എൻ്റെ മിയാവാക്കി ചെറിയ രീതിയിൽ ഞാൻ ചെയ്തൊരു മിയാവാക്കി ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയൊരു മാതൃകയാണ്. 1 സെൻറ്റ് സ്ഥലത്താണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇതിൽ കുറേ അറിയപ്പെടുന്ന ഒരുപാട് ചെടികളുണ്ട്. ഇതിൽ ഉങ്ങുണ്ട്, അത്തി ഇത്തി അറിയാൽ പേരാലുണ്ട്, ഇതൊരു മന്ദാരമാണ്, ഇതൊരു ഉങ്ങിൻ്റെ ചെടിയാണ്. ഇതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. ഇത് രക്തചന്ദനമുണ്ട് ഇതിനകത്ത്, രക്തചന്ദനം. ഇതൊരു പ്ലാവിൻ്റെ തൈയാണ്. ഇത് അയനിപ്ലാവാണ്. ഇത് അയനിപ്ലാവ്. ഇത് പിന്നെ കോട്ടക്കൽ ആര്യ വൈദ്യശാല, നിലമ്പൂർ ഫോറസ്റ്റ്, ഇവിടെ നിന്നെല്ലാം ഞാൻ ഇതിൻ്റെ കുറേ ചെടികൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്ന കുരങ്ങ് മൈലാഞ്ചി എന്നൊക്കെ പറയുന്നൊരു ചെടിയാണ്. നമ്മളൊരു നാടൻ, വേറൊരു പേരും കൂടെ അതിനെ പറയാറുള്ളത് കുങ്കുമം എന്ന് പറയും. കുങ്കുമപ്പൂ പോലെ അതിൻ്റെ ഒരു പുറത്ത് കുങ്കുമത്തിൻ്റെ ഒരു ഇത് കിട്ടും. അതിൻ്റെ കായ, അപ്പോൾ ആ കായെല്ലാം ഉണങ്ങിയിരിക്കുകയാണ്. അതെല്ലാം ഉണങ്ങി അവിടെ വിത്ത് തന്നെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഇതൊരു ഇത്തിയുടെ ചെടിയാണ്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നാടൻ മാവുകൾ കുറേ നട്ടിട്ടുണ്ട്. ഇതൊരു ഞാവലിൻ്റെ തൈ. ഇതൊരു തേക്കാണ്. ഇതൊരു തരം ഓറഞ്ചാണ്. ഇതൊരു കണിക്കൊന്നയാണ്. കണിക്കൊന്നയൊക്കെ നന്നായി വലുതായി പോയിട്ടുണ്ട്, വലിയ മരമായിട്ടുണ്ട്. ഇതൊക്കെ പൂക്കേണ്ട കാലമായി. ഇത് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ, സീതപ്പഴം എന്നൊക്കെ പറയുന്ന ചെടിയാണ്. ഇതെല്ലാം വള്ളി കയറിയിട്ടങ്ങ് പോയിട്ടുണ്ട്. പിന്നെ ഇതൊരു ബദാമിൻ്റെ മരമാണ്. പിന്നെ പുറത്തുള്ളതൊരു തേക്ക്. ഇത് നമ്മളെ പേരാൽ. പിന്നെ പല ചെടികളുടെയും പേരുകളൊന്നും പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടുന്നില്ല. ഒരുപാട് ചെടികൾ, ഒരു 100ഓളം ചെടികൾ ഞാൻ ഇതിനകത്ത് നട്ടിട്ടുണ്ട്. ഇതൊരു തരം നാരകമാണ്. ഇത് വന്നിട്ട് ഇത് പതിമുഖം, നമ്മൾ വെള്ളമെല്ലാം തിളപ്പിക്കുന്ന പതിമുഖത്തിൻ്റെ ഒരു തൈയാണ്. ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇതും പതിമുഖമാണ്. പതിമുഖത്തിൻ്റെ പ്രശ്നമുണ്ട്, ധാരാളം മുള്ളുകളുള്ളൊരു ചെടിയാണ്. അത് ഒരു ചില സമയത്ത് അതിനകത്ത് കിടക്കാൻ തന്നെ പറ്റില്ല, അത്രയും അധികം മുള്ളുകൾ ഉണ്ടാകും. ഇത് വലിയൊരു അത്തിയാണ്, അത്തിമരം. അത് നമ്മുടെ സ്വന്തം നെല്ലി. പിന്നെ ഒരു ആര്യവേപ്പുണ്ട് അതിനകത്ത്, കുറേയൊക്കെ പൊട്ടിപ്പോയി. ഇത് ആര്യവേപ്പാണ്. ഇത് നമ്മുടെ മുള്ളാത്ത, മുള്ളഞ്ചക്ക എന്നൊക്കെ പറയുന്ന മുള്ളാത്തയാണ്. ഇതിൻ്റെ പേരറിയില്ല. ഇതിനൊരു കായെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. കായ ഉണ്ടായിട്ടുണ്ട്. ഇതെന്താണെന്നറിയില്ല ചെടി. ഇതാണ് ഇതിൻ്റെ ഒരു പുറമേ ഉള്ളൊരു കാഴ്ച. ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ വളർന്ന് കിട്ടി. മെയിൻ്റനൻസ് കുറവായിരുന്നു ഇതിനകത്ത്. ഇത് നട്ട ആ സമയത്ത് മഴ കിട്ടാതെ പോയി. ഇത് ഇലവങ്കമാണെന്ന് തോന്നുന്നത്. ഇലവങ്കമാണോ കറുകപ്പട്ടയാണോ എന്നുള്ളത് പെട്ടെന്ന്. കറുകപ്പട്ട ഇലവങ്കയൊക്കെ ഏകദേശം ഒരേ ടേസ്റ്റെല്ലാം ആണ്.